ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ഇൻഡോ ലേണിംഗ്. നമ്മൾ ഇന്ന് 1ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് യൂണിറ്റ് 2ിലുള്ള ഒരു കഥയാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഈ ചിത്രത്തിൽ നോക്കൂ, നമുക്ക് ഇതിൽ എന്തൊക്കെയാണ് കാണാൻ കഴിയുന്നത്? യെസ്, ഒരു റെഡ് കാറുണ്ട്. കാറിൽ ആരൊക്കെയാണുള്ളത്? ഒരു ബെയർ കരടിയുണ്ട്, ഫോക്സ് ഉണ്ട്, കുറുക്കനുണ്ട്. പിന്നീട് ആരൊക്കെയാണുള്ളത്? യെസ്, എലിഫന്റ് ഉണ്ട്, ആനയുണ്ട്, ഒരു ജിറാഫും ഉണ്ട്. ഇവരുടെ യാത്രയാണ് നമ്മുടെ കഥയുടെ പേരായ എ ജംഗിൾ റൈഡ്. എന്താണ് നമ്മുടെ കഥയുടെ പേര്? യെസ്, എ ജംഗിൾ റൈഡ്. എ എന്നാൽ ഒരു എന്നാണ് അർത്ഥം. ജംഗിൾ കാട്, റൈഡ് യാത്ര, കാട്ടിലൂടെ ഒരു യാത്ര. നമുക്ക് ഇവരുടെ യാത്ര കാണാൻ ഒട്ടും വൈകാതെ കഥയിലേക്ക് പോകാം. ഇവിടെ ബെയർ എന്താണ് ചെയ്യുന്നത്? യെസ്, എ ബെയർ ഈസ് വാക്കിംഗ് ഇൻ ദ ജംഗിൾ. എ ഒരു ബെയർ കരടി, ഈസ് വാക്കിംഗ്, വാക്ക് എന്നാൽ നടക്കുക എന്നാണ് അർത്ഥം. ഈസ് വാക്കിംഗ് നടക്കുകയാണ്. ഇൻ ദ ജംഗിൾ, ജംഗിൾ കാട്, ഇൻ ദ ജംഗിൾ കാട്ടിൽ. ഒരു കരടി കാട്ടിലൂടെ നടക്കുകയാണ്. അപ്പൊ കരടി എന്താ നടക്കുന്നതിനിടയിൽ ചോദിക്കുന്നത്? വാട്ട് ഈസ് ദാറ്റ്? വാട്ട് എന്ത്? ഈസ് ആണ്, ദാറ്റ് അത്, അത് എന്താണ്? അപ്പോൾ കരടി എന്തോ കണ്ടിട്ടുണ്ട്. അതിന് കുറുക്കൻ നോക്കൂ, ഫോക്സ് എന്താണ് പറയുന്നത്? ഐ ഡോണ്ട് നോ. നോ എന്നാൽ അറിയുക, ഡോണ്ട് നോ എന്നാൽ അറിയില്ല. ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. അപ്പോൾ കരടി എന്താണ് കണ്ടത്? കൂട്ടുകാർ ഇവിടെ കാണുന്നുണ്ടല്ലോ. യെസ്, എന്താണിത്? ഒരു കാറിന്റെ ഭാഗമാണ്. അപ്പോൾ അതിന് ആൻസർ പറയുന്നത് ആരാണ്? അതിന് ഉത്തരം പറയുന്നത് ആരാണ്? ഇറ്റ് ഈസ് എ കാർ. അത് ഒരു കാറാണ്. ആരാണ് പറഞ്ഞത്? എലിഫന്റ്, ആനയാണ് പറഞ്ഞത്. ഈ കാർ എങ്ങനെയുള്ളതാണ്? ഇറ്റ് ഹാസ് നോ വീൽസ്. വീൽസ് ചക്രങ്ങൾ. ഇറ്റ് ഹാസ് നോ, ഹാസ് നോ എന്നാൽ ഇല്ല എന്നാണ് അർത്ഥം. ഇറ്റ് ഹാസ് നോ വീൽസ്, അതിന് ചക്രങ്ങളില്ല. നോക്കൂ, ഇവിടെ ചക്രങ്ങളുണ്ടോ? ഇല്ലല്ലോ, ചക്രങ്ങളില്ല. നോ ലൈറ്റ്സ്, ലൈറ്റ്സ് ഇല്ല. നോക്കൂ, ഇവിടെ ലൈറ്റ്സ് ഉണ്ടോ? ലൈറ്റ്സ് ഇല്ല. നോ ഹോൺ, ഹോൺ ഇല്ല. നോക്കൂ, ഹോൺ ഉണ്ടോ ഇവിടെ? ഇല്ലല്ലോ, ഇല്ല, ഹോൺ ഇല്ല. അപ്പോൾ ഇത് ഒരു പഴയ കാറാണ്. ഹൂ വിൽ റിപ്പയർ ദി കാർ? ഹൂ ആര്? റിപ്പയർ എന്നാൽ നന്നാക്കുക. ഹൂ വിൽ റിപ്പയർ, ആര് നന്നാക്കും? ദ കാർ, കാറ്. കാറ് ആരാണ് നന്നാക്കുക? നമുക്ക് നോക്കാം. അപ്പോൾ കാറ് റിപ്പയർ ചെയ്യാനുള്ള ആളെ തേടി എലിഫന്റ് കാട്ടിലൂടെ നടക്കുകയാണ്. അപ്പോൾ എലിഫന്റ് എന്തായിരിക്കും കണ്ടിട്ടുണ്ടാവുക? കൂട്ടുകാർ കാണുന്നുണ്ടല്ലോ, ഇവിടെ ഒരു ഷോപ്പ്. ഈ ഷോപ്പിന്റെ പേരെന്താണ്? യെസ്, മങ്കീസ് വർക്ക്ഷോപ്പ്. മങ്കിയുടെ, കുരങ്ങിന്റെ വർക്ക്ഷോപ്പാണ്. അപ്പോൾ എലിഫന്റ് കുരങ്ങോട് എന്താണ് ചോദിക്കുന്നത്? ക്യാൻ യു റിപ്പയർ ദ കാർ? റിപ്പയർ എന്നാൽ നന്നാക്കുക. ക്യാൻ യു റിപ്പയർ ദ കാർ? നിനക്ക് ഈ കാർ നന്നാക്കാൻ കഴിയുമോ? അപ്പോൾ മങ്കി എന്തു പറഞ്ഞു? യെസ് ഐ ക്യാൻ, എനിക്ക് നന്നാക്കാൻ കഴിയും. ഐ ക്യാൻ, എനിക്ക് കഴിയും. അപ്പോൾ ആന എന്താണ് പറയുന്നത്? ലെറ്റ്സ് ഗോ, നമുക്ക് പോകാം. ഉടനെ മങ്കി ആനയുടെ പുറത്ത് കയറി ഇരുന്നു. നോക്കൂ, മങ്കിയുടെ കയ്യിൽ, കുരങ്ങിന്റെ കയ്യിൽ എന്താണുള്ളത്? യെസ്, ഓയിലുണ്ട്. ആനയുടെ തുമ്പിക്കൈയിൽ എന്താണുള്ളത്? ടൂൾ ബോക്സ്. എന്താണ് ടൂൾ ബോക്സ് എന്നാൽ? കാർ നന്നാക്കാനുള്ള ഉപകരണങ്ങൾ അടങ്ങിയ പെട്ടിയാണ്. ആ പെട്ടിയിലാണ് കാർ നന്നാക്കാനുള്ള ഉപകരണങ്ങൾ ഉള്ളത്. നോക്കൂ, കാർ നന്നാക്കി കഴിഞ്ഞു. അപ്പൊ കുരങ്ങ് എന്താണ് പറയുന്നത്? മങ്കി എന്താണ് പറയുന്നത്? ദ കാർ ഈസ് റെഡി. റെഡി എന്നാൽ ശരിയാക്കി, നന്നാക്കി. ദ കാർ ഈസ് റെഡി, കാർ നന്നാക്കി. ചക്രങ്ങളുണ്ട്, ലൈറ്റ്സ് ഉണ്ട്, എല്ലാം നന്നാക്കി. റിപ്പയറിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി കാറിനെ ഭംഗിയാക്കാൻ എന്ത് ചെയ്യണം? കാറിനെ ഭംഗിയാക്കാൻ പെയിന്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ബെയർ എന്താണ് പറയുന്നത് നോക്കൂ. നൗ ഹൂ വിൽ പെയിന്റ് ദി കാർ? നൗ ഇപ്പോൾ
ഹൂ വിൽ പെയിന്റ്, പെയിന്റ് എന്നാൽ പെയിന്റ് അടിക്കുക. ഹൂ വിൽ പെയിന്റ്, ആര് പെയിന്റ് അടിക്കും ദ കാർ, കാറിന്. കാറിന് ആരാണ് പെയിന്റ് അടിക്കുക? തൊട്ടടുത്ത് നിൽക്കുന്ന എലിഫന്റ് എന്താണ് പറയുന്നത്? ഐ വിൽ, ഞാൻ പെയിന്റ് അടിക്കും. അപ്പോൾ നമ്മുടെ ഫോക്സ് എന്താണ് പറയുന്നത് നോക്കൂ, ബട്ട് എന്നാൽ വേർ ഈസ് ദി പെയിന്റ്, വേർ എവിടെ, ഈസ് ആണ് ദ പെയിന്റ്, പെയിന്റ് എവിടെയാണുള്ളത് എന്ന് ആരാണ് ചോദിക്കുന്നത്? ഫോക്സ് ചോദിക്കുന്നു. അപ്പോൾ അതാ രണ്ടുപേർ പറന്നു വരുന്നു. ആരാണവർ? യെസ്, പാരറ്റ്സ്, തത്തകളാണ്. തത്തകൾ എന്താണ് പറയുന്നത്? ഹിയർ ഈസ് ദ പെയിന്റ്, ഹിയർ ഈസ്, ഇതാ, ദ പെയിന്റ്, പെയിന്റ് ഇതാ. രണ്ട് തത്തകളുടെ കാലുകൾക്കിടയിൽ നമുക്ക് എന്ത് കാണാം? പെയിന്റ് കാണാം. യെസ്, വാട്ട് ഈസ് ദി കളർ ഓഫ് ദി പെയിന്റ്? പെയിന്റിന്റെ നിറം എന്താണ്? യെസ്, റെഡ് ആണ്, ചുവപ്പാണ്. ഇപ്പോൾ നോക്കൂ, ആരാണ് പെയിന്റ് ചെയ്യുന്നത്? യെസ്, എലിഫന്റ് പെയിന്റ് ചെയ്യുന്നത് നമുക്ക് കാണാം. ഇവിടെ എലിഫന്റിന്റെ തുമ്പിക്കൈ ഉപയോഗിച്ചാണ് പെയിന്റ് ചെയ്യുന്നത്. ഇത് കണ്ട് നമ്മുടെ ബെയർ എന്താണ് എലിഫന്റോട് പറയുന്നത്? യു പെയിന്റ് വെൽ, യു പെയിന്റ് വെൽ, നീ, വെൽ എന്നാൽ നന്നായി എന്നാണ് അർത്ഥം. യു പെയിന്റ് വെൽ, നീ നന്നായി പെയിന്റ് ചെയ്യുന്നു. നമ്മളോട് ആരെങ്കിലും നമ്മളെ പറ്റി നല്ലത് പറയുമ്പോൾ നമ്മൾ എന്താണ് പറയുക? യെസ്, ഓ താങ്ക് യു, നിനക്ക് നന്ദി. ഇനി അവർ എന്തായിരിക്കും ചെയ്യുക? നമുക്ക് നോക്കാം. കാറിൽ ആരൊക്കെയാണുള്ളത്? യെസ്, ഡ്രൈവറുടെ സീറ്റിൽ ബെയറുണ്ട്, തൊട്ടുപിറകിൽ ആരുണ്ട്? ഫോക്സ് ഉണ്ട്, പിന്നീട് മങ്കിയും ഉണ്ട്. ഫോക്സ് എന്താണ് പറയുന്നത് നോക്കൂ, സ്റ്റാർട്ട് ദി കാർ, കാർ സ്റ്റാർട്ട് ചെയ്യൂ. മങ്കി എന്താണ് പറയുന്നത്? കം, വരൂ, ലെറ്റസ് ഗോ, നമുക്ക് പോകാം. അപ്പോൾ ഇവർ ഒരു യാത്ര പോവുകയാണ്. അതാണ് നമ്മുടെ ലെസണ് എ ജംഗിൾ റൈഡ്, കാട്ടിലൂടെയുള്ള ഒരു യാത്ര എന്ന് പേരിട്ടത്. അപ്പോൾ ആന എന്തോ പറയുന്നുണ്ടല്ലോ, എന്താ പറയുന്നത്? മീ ടു, ഞാനും കൂടി, ഞാനും വരുന്നു എന്നാണ് പറയുന്നത്. അത് പറഞ്ഞുകൊണ്ട് ആന എന്താണ് ചെയ്തത്? ഞാനും എന്ന് പറഞ്ഞ് ആന അതിന്റെ ഒരു കാൽ, നോക്കൂ കൂട്ടുകാരെ, ഒരു കാൽ കാറിലേക്ക് വെച്ചു. അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? കാറിന്റെ ഒരു ഭാഗം പൊങ്ങിപ്പോയി. കാറിലുള്ളവരുടെ മുഖഭാവം നോക്കൂ, എല്ലാം പേടിച്ചു പോയി. നോക്കൂ, നല്ല ഭാരമുള്ള ആന കാറിൽ കയറിയാൽ എന്തു സംഭവിക്കും കൂട്ടുകാരെ? കൂട്ടുകാർ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഹൂ സെഡ് വാട്ട്? ഇത് ആരാണ് പറഞ്ഞത്? കണക്ട് ദ പിക്ചർ ആൻഡ് ഡയലോഗ്. ഇവിടെ കുറച്ച് ഡയലോഗ്സ് ഉണ്ട്. ഈ ഡയലോഗും ഇതാരാണോ പറഞ്ഞത് അവരുടെ ചിത്രത്തിൽ നേരെ ഒരു ലൈൻ വരച്ച് ബന്ധിപ്പിക്കുക. നോക്കൂ, ഫസ്റ്റ് വൺ, ആദ്യത്തേത് നമുക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഹിയർ ഈസ് ദി പെയിന്റ്, ഇതാ പെയിന്റ്. ആരായിരുന്നു പറഞ്ഞത്? യെസ്, പാരറ്റ്സ് ആണ് പറഞ്ഞത്. എന്ന് നോക്കൂ, ക്യാൻ യു റിപ്പയർ ദി കാർ? നിനക്ക് കാർ റിപ്പയർ ചെയ്യാൻ കഴിയുമോ? ആരാണ് ചോദിച്ചത്? യെസ്, എലിഫന്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഡയലോഗ് എലിഫന്റിന് നേരെ ബന്ധിപ്പിക്കും. നോക്കൂ, ദ കാർ ഈസ് റെഡി, കാർ ശരിയായി. ഇതാരായിരുന്നു പറഞ്ഞത്? യെസ്, മങ്കി. അപ്പോൾ മങ്കിയുടെ പിക്ചർ ഇതാ ഇവിടെ. യു പെയിന്റ് വെൽ, നീ നന്നായി പെയിന്റ് ചെയ്യുന്നു. ആരാണ് അങ്ങനെ പറഞ്ഞത്? യെസ്, ബെയർ, കരടിയാണ്. അപ്പോൾ കരടിയുടെ പിക്ചർ ഇതാ. എന്ന് നോക്കൂ, വേർ ഈസ് ദി പെയിന്റ്? എവിടെയാണ് പെയിന്റ് എന്ന് ചോദിച്ചത് ആരാണ്? യെസ്, ഫോക്സ്. അപ്പോൾ നമ്മൾ ഫോക്സിന് നേരെ ലൈൻ വരച്ച് കണക്ട് ചെയ്യുക. കൂട്ടുകാർ ഇത് ചെയ്യുമല്ലോ. ഓക്കെ ഡിയേഴ്സ്, കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.